നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മധ്യവേനൽ അവധി കഴിഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. പ്രവേശനോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്ര. ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാർത്ഥിനിയുടേത്. ചവറ KSEB സെക്ഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ. കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. KSEB ഓഫീസിലെ ഫ്യൂസ് സമരക്കാർ ഊരിമാറ്റി. അഞ്ചൽ ടൗണിലെ കടയിൽ മോഷണശ്രമം. മോഷ്ടാവറസ്റ്റിൽ ആലഞ്ചേരി പണ്ടാരക്കോണം സ്വദേശി ജെനിയാണ് അറസ്റ്റിലായത്. നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. കടൽ മത്സ്യസദ്യയൊരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. MPയും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കാളികളായി. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് മത്സ്യസദ്യ ഒരുക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധി കഴിഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. പ്രവേശനോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കവിതയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനിയുടേതാണ് കവിത. ഇതിനോടകം കവിത ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന 38 ലക്ഷം കുഞ്ഞുങ്ങളുടെ കാതുകളിലേക്ക് അലയടിച്ചെത്തുകയാണ് ഈ ഗാനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. ഓരോ വർഷവും അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് പ്രവേശനോത്സവത്തോടെയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവത്തിലും സ്കൂളുകൾ തോറും നടക്കുന്ന പ്രവേശനോത്സവങ്ങളിലും ആലപിക്കുന്ന ഈ വർഷത്തെ ഔദ്യോഗിക ഗാനം ഏതെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ എന്ന് ആരംഭിക്കുന്ന ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം പിറന്നു വീണതാകട്ടെ ദിവസങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ കൊച്ചുമിടുക്കിയുടെ തൂലികയിൽ നിന്നുമാണ്. കൊട്ടാരക്കര താമരക്കുടി SVV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതിയ ഗാനമാണ് ഈ അധ്യയന വർഷം പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ്. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായി. SSK നിർമ്മിച്ച പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണം നടത്തിയത് കൈറ്റ് വിക്ടേഴ്സ് ആണ്. അവധിക്കാലത്തെ കുട്ടികളുടെ കളിച്ചിരികളും ഉല്ലാസമേളങ്ങളുമാണ് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും പ്രകൃതി സൗന്ദര്യവും ദൃശ്യങ്ങളിൽ നിറയുന്നുണ്ട്. നവോത്ഥാന രംഗത്ത് കേരളം നടത്തിയ മുന്നേറ്റങ്ങളും ലഹരിക്കെതിരായ പോരാട്ടവും പൊതുവിദ്യാലയങ്ങളിലെ പുത്തൻ ചുവടുവെപ്പുകളുമൊക്കെ പ്രവേശനോത്സവ ഗാനത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നേടിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ന്യൂസ് ബ്യൂറോ,
ആലപ്പുഴ. പ്രവേശനോത്സവത്തിന്റെ ആവേശമുണർത്തി സാംസ്കാരിക ഘോഷയാത്ര തിങ്കളാഴ്ച ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് മുന്നോടിയായാണ് സാംസ്കാരിക ഘോഷയാത്ര നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ആവേശമായാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. SPC വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ഘോഷയാത്രയുടെ ഭാഗമായി. സംഘാടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. മണ്ണഞ്ചേരി ചിയ്യാമ്പള്ളിയിൽ നിന്നും കലവൂരിലേക്കാണ് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. എഴുകോണിൽ പുതുതായി ആരംഭിച്ച അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപ്പത്തിലെ കുട്ടികളുടെ നൈപുണ്യശേഷികൾ കണ്ടെത്താനും ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അടിത്തറവാകാനും അംഗനവാടികൾക്ക് കഴിയണമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. KN ബാലഗോപാലിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 18,02,000 രൂപ വിനിയോഗിച്ചാണ് എഴുകോൺ SH വാർഡിൽ 80-ാം നമ്പർ അംഗനവാടി നിർമ്മിച്ചത്. അംഗനവാടിയുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. സംസ്ഥാനത്തെ അംഗനവാടികൾക്ക് സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ 30 കോടി രൂപ അനുവദിച്ചതായും എഴുകോണിലെ മാർക്കറ്റ്, ഷോപ്പിംഗ്, ഓഫീസ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനായി 3 കോടി രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയുടെ ക്രിക്കറ്റ് തലസ്ഥാനമാകുന്ന എഴുകോണിലെ റോഡുകളുടെ നവീകരണം പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി വഴി കൊല്ലം, പുനലൂർ മേഖലയിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ ഉയരുമെന്നും കൊട്ടാരക്കരയിൽ ഉയരുന്ന IT പാർക്ക് ഉടൻ പൂർത്തിയാകുമെന്നും എഴുകോണിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടുതൽ പദ്ധതികൾ വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുമലാൽ, എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, ICDS ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ ടൗണിലെ കടയിൽ മോഷണ ശ്രമം നടത്തിയാൽ അറസ്റ്റിൽ. ആലഞ്ചേരി പണ്ടാരക്കോണം സ്വദേശി ജെനിയാണ് അറസ്റ്റിലായത്. നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. അഞ്ചൽ ടൗണിലെ കടയിൽ മോഷണ ശ്രമം നടത്തിയ പ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലഞ്ചേരി പണ്ടാരക്കോണം സ്വദേശി ജെനിയെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പ്രഭാ സ്റ്റോറിലെ ക്യാഷ് കൗണ്ടറിലെത്തിയ ഇയാൾ ട്രേയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കടക്കാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. 3 ദിവസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി മോഷണ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ BJPയുടെ പ്രതിഷേധം. ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് BJP ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വൈദ്യുതി ഇല്ലാത്തപ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനായി ഡീസലും വാങ്ങി നൽകി. ജനറേറ്റർ ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു BJP പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. ജനറേറ്റർ ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തണമെന്ന ആവശ്യവും BJP ഉന്നയിച്ചു. ഡീസൽ ഇല്ലാത്ത ആശുപത്രിക്ക് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനായി ഡീസലും വാങ്ങി നൽകിയായിരുന്നു പ്രതിഷേധം. 100 ലിറ്റർ ഡീസൽ ജനറേറ്ററിൽ നിറച്ചാണ് BJP പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. BJP കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് സച്ചു അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ഇടവട്ടം സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ പ്രഥമ പുസ്തകമായ നീലാംബരി പൂക്കൾ പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പുസ്തകം പ്രകാശനം ചെയ്തു. 60-ലധികം രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാവ്യ കഥാ സമാഹാരമാണ് നീലാംബരി പൂക്കൾ എന്ന പുസ്തകം. മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ, മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവി ഇഞ്ചക്കാട് ബാലചന്ദ്രനിൽ നിന്നും എഴുത്തുകാരനും അഭിനേതാവുമായ ഗൗതം രാജീവ് പുസ്തകം ഏറ്റുവാങ്ങി. സംവിധായകൻ MA നിഷാദ,
നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ ലോഗോ ഏറ്റുവാങ്ങി. നീലാംബരി പൂക്കളിലേക്ക് രചനകൾ അയച്ച 61 പേരെയും ചടങ്ങിൽ ആദരിച്ചു. ഗൗതം രാജീവ് അധ്യക്ഷത വഹിച്ചു. റെജീന നൌഷാദ്, ലൈന മാർട്ടിൻ, ശ്രീജ എസ് പിള്ള എന്നിവർ പങ്കെടുത്തു. കുതിര ഒരു നല്ല മൃഗം, കയ്യിൽ വാളും കൊടിയുമില്ല, ഭാഷ 100 ചൊല്ലലില്ല, കൊലവിളിയും തെറിയുമില്ല, ജയിലു തേടി പോകലില്ല, ഹർത്താലില്ല, ബന്ധമില്ല, പെൺകരച്ചിൽ വീഴ്ത്തലില്ല, മണ്ണരിച്ച് മരമരിച്ച് വീട് വെച്ച് നശിക്കലില്ല. കുതിര ഒരു നല്ല മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപോലെ മനുഷ്യനാവാണ്ടേ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കെ ചെല്ലപ്പൻ സ്മാരക ഓച്ചിറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 56 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി. കെ ചെല്ലപ്പൻ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടമാണ് ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തത്. MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 56 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. കോവിഡിന് ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾക്ക് ഹൃദയസ്തംഭനം വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളടക്കം അതിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നു. വലിയ ആളുകൾക്കും അതുപോലെ ഒരുപാട് പ്രയാസമുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ രോഗത്തിനെ നിർണ്ണയിക്കാൻ പോലും എന്താണ് കാരണങ്ങളെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തവണ്ണമുള്ള സങ്കീർണതകൾ ഇന്ന് ആരോഗ്യ മേഖലയിലുണ്ട്. അടുത്ത ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എണ്ണം 1000-ൽ കവിഞ്ഞു കേരളത്തിൽ നിന്നതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും രോഗങ്ങളുടെ ആക്രമണത്തെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, രോഗം വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നൽകുക, അത് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ജീവിതശൈലിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് ഉപയോഗത്തിലും ഒക്കെ. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വെൽനസ് സെന്റർ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. ഒരു സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നല്ല പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പണ്ടുകാലത്ത് ഈ ആയുർവേദ ആശുപത്രികളെ അറിയപ്പെട്ടിരുന്നത് കഷായ ആശുപത്രികളെന്നാണ്. ഇവിടെ വരുന്ന അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ കഷായം ലഭിക്കണം, മരുന്നുകൾ കിട്ടണം, മുക്കൂട്ട്, എണ്ണ, കുഴമ്പ്, ഇങ്ങനെയുള്ള ചികിത്സകൾക്കാണ് വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ചു. ഇപ്പോൾ കാലം ഒരുപാട് മാറി, ജനസംഖ്യ കൂടി, വരുന്ന ആളുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളേഷൻ മുഖൻ, ലത്തീഫ ബീബി, ശ്രീലത പ്രകാശ്, മിനി പൊന്നൻ, ഇന്ദുലേഖ രാജേഷ്, ഗീത രാജു, സന്തോഷ് അനീത്ത്, ഫാദർ ഫിലിപ്പ് ജോർജ്, സിറാജുദ്ദീൻ, ശ്രീരാജ്, രാജൻ, ഡോക്ടർ രശ്മി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി MLA. CR മഹേഷ് MLA ആണ് കൊല്ലം ചെറിയഴിക്കൽ സ്വദേശി അനിമോനും കുടുംബത്തിനും തുണയായത്. അനിമോന്റെ വീടാണ് ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് ജപ്തി ചെയ്തത്. വീട്ടുകാരില്ലാത്ത സമയത്ത് നടത്തിയ ജപ്തി നടപടിയിൽ സ്ഥിരം കഴിക്കേണ്ട മരുന്നുകളും വസ്ത്രങ്ങളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും കുഞ്ഞിനുള്ള പാൽക്കുപ്പിയും ഉൾപ്പെടെ വീട്ടിനുള്ളിലാവുകയായിരുന്നു. കുടുംബം പെരുവഴിയിലായതോടെയാണ് MLAയുടെ ഇടപെടൽ. വിവരമറിഞ്ഞെത്തിയ MLA ബാങ്ക് സീൽ വെച്ച വീടിന്റെ പൂട്ട് ഉളിയും ചുറ്റികയും വെച്ച് കുത്തി തുറന്ന് ഉടമസ്ഥനും കുടുംബത്തിനും വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകുകയായിരുന്നു. വസ്ത്രവും സർട്ടിഫിക്കറ്റും. വീട്ടുകാരോട് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തതെന്നും രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകളും കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അടക്കം പൂട്ടിയ വീട്ടിനുള്ളിലായിരുന്നുവെന്നും CR മഹേഷ് MLA കുറ്റപ്പെടുത്തി. ഇവരുടെ തുറന്ന് നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി കൂട്ട് തുറന്ന് അവരുടെ തുണിയും സർട്ടിഫിക്കറ്റും പിന്നെ ചേച്ചിയുടെ മരുന്ന് കണ്ണിലൊഴിക്കുന്ന മരുന്നിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എടുത്ത് അതുപോലെ ലോക്ക് ചെയ്ത് നാട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തി താക്കോലും ഇപ്പോൾ അവരുടെ കൊടുക്കും. ഇനി അവരാരാന്ന് വെച്ചാൽ ബാങ്കുകാരെ ഏൽപ്പിച്ചോണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു
5000 രൂപ വാടകയ്ക്ക് അപ്പുറത്തോട്ടൊരു വീട്ടിലോട്ട് അവരെ താമസം മാറ്റി. ബാക്കി കാര്യങ്ങൾ ബാങ്കും കോടതിയും കേസും ഒക്കെ അത് അതിൻ്റെ വഴിക്ക്. കുടുംബം പട്ടിണിയിലാണ്. ലോണടവ് മുടങ്ങിക്കാണും. പക്ഷേ നടപടി സ്വീകരിക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കണം. അത് സാമാന്യ മര്യാദയാണ്. അവർക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. കോടതിയുടെയോ ബാങ്കിന്റെയോ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു വീട്ടുകാരെയും കുടിയൊഴിപ്പിക്കരുതെന്ന്. ഇതൊരു സ്വകാര്യ ബാങ്കാണ്. കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബാങ്കാണ്. നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. അവരോടൊന്ന് സംസാരിച്ച് ഇവരെ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള മര്യാദ ബാങ്ക് കാണിച്ചില്ല. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നും CR മഹേഷ് MLA പറഞ്ഞു. ഇതിപ്പോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്താണ്? നിങ്ങൾ ആത്മഹത്യ ചെയ്തേ. ഇവരുടെ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ വന്ന് ഇടപെട്ടത്. ഇപ്പം 5 പേരും കൂടെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അനുശോചനം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സർവീസിൽ നിന്ന് വിരമിച്ച ദിവസം വീട്ടിലേക്ക് പോകാതെ ബോധവൽക്കരണ യാത്രയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി മാതൃകയാവുകയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ. ഒരു മാസത്തെ സൈക്കിൾ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഷാജഹാനൊപ്പം സൈക്കിൾ ചവിട്ടി മന്ത്രിയും ജനപ്രതിനിധികളും ഇതിന്റെ ഭാഗമായി. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ലഹരി എന്ന വിപത്ത് വ്യാപിച്ചതാണ് ബോധവൽക്കരണ യാത്രയ്ക്ക് ഷാജഹാനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിരമിക്കൽ ദിവസം തന്നെ കാത്തിരിക്കുന്ന വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കൂടാതെ ഷാജഹാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി ഒരു മാസം കൊണ്ട് 2025 കിലോമീറ്ററാണ് ഷാജഹാൻ സഞ്ചരിക്കുന്നത്. റൈഡ് വിത്ത് ഷാജഹാൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെയും പോലീസ് അസോസിയേഷന്റെ പിന്തുണയോടെയുമാണ് ഷാജഹാന്റെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യാത്ര. ഇന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്ത് നേരെ ഈ ഹെൽമറ്റ് ഈ ലഹരി വിരുദ്ധ വിരുദ്ധ യാത്രയായിട്ട് പോവുകയാണ്. അതിൽ കേരളത്തിൻ്റെ 14 ജില്ല കവർ ചെയ്തുള്ള യാത്രയാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. 26 ദിവസത്തെ യാത്രയാണ്. 26ാമത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി സ്റ്റേഷനിലോട്ട് തിരിച്ചു വരുന്നുള്ളൂ. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകും. സപ്പോർട്ട് പോലീസിൻ്റെയും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൽ കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജനങ്ങളും ഉണ്ട്. ഒരു റൈഡ് വിത്ത് ഷാജഹാൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. റൈഡ് വിത്ത് എന്നുള്ള ഗ്രൂപ്പിൽ കൂടിയാണ് ഇതിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയ്ക്ക് മുന്നോടിയായി കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥരായ ഷാജഹാനും ജയലാലിനും യാത്രയയപ്പ് നൽകി. മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും പോയി തീരാൻ പറ്റില്ല. ഒരു 3-4 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ഒരു മാസം ഐസിരുത്തി നന്നായി. ഒരു മാസം വീട്ടുകാർ തിരക്കി പുറത്ത് വന്നോളും, കുഴപ്പമില്ല. അവർക്ക് ഇടയ്ക്ക് ഏത് ജംഗ്ഷനിലെത്തി ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെല്ലാം പോയി കാണുവാൻ പറ്റും. എല്ലാ പോലീസ് സ്റ്റേഷന്റെ പോലീസുകാർക്കും ഇതൊക്കെ കാണുവാനും ചിലപ്പോൾ ഒരുപക്ഷെ അതിനൊരു സ്വീകരണം കൊടുക്കുവാനും ഒക്കെ അവരുണ്ട്. ഇതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇത് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിന് അദ്ദേഹത്തിന്റെ സർവീസിന്റെ ഏറ്റവും അവസാന ദിവസം അതിനുവേണ്ടി തിരിക്കുവാൻ മുന്നോട്ട് വന്ന പ്രിയങ്കരനായ ഷാജഹാനെ ഞാൻ ഈ അവസരത്തിൽ യാത്രയപ്പിന് ശേഷം ആരംഭിച്ച ഷാജഹാന്റെ സൈക്കിൾ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി ഫ്ലാഗ് ഓഫ് ചെയ്തു. മന്ത്രി ജെ ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP, M നൌഷാദ് MLA, കമ്മീഷണർ കിരൺ നാരായൺ IPS, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ എന്നിവരും സൈക്കിൾ ചവിട്ടി ഷാജഹാന്റെ യാത്രയ്ക്ക് പിന്തുണ നൽകി. വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും 2 കിലോമീറ്ററുള്ള നഗരത്തിലൂടെ സൈക്കിളിലെത്തി ഷാജഹാന് ഹസ്തദാനം നൽകിയ ശേഷമാണ് കമ്മീഷണർ കിരൺ നാരായൺ IPS മടങ്ങിയത്. ഒരു മാസത്തെ ബോധവൽക്കരണ യാത്രയ്ക്ക് തിരികെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് ഷാജഹാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടൽ മത്സ്യ സദ്യ ഒരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്.
കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മത്സ്യസദ്യ ഒരുക്കിയത്. എംപിയും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചെറിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടത്തിയ മത്സ്യസദ്യയിൽ പങ്കാളികളായി. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ മത്സ്യസദ്യയിൽ പങ്കാളികളായാണ് KC വേണുഗോപാൽ MPയും CR മഹേഷ് MLAയും മീൻ കഴിക്കൂ നല്ലതാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയത്. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിൽ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സദ്യ നടത്തിയത്. മരച്ചീനിക്കൊപ്പം മത്തി, ചൂടാ മത്സ്യങ്ങൾ കറിവെച്ചതും പൊള്ളിച്ചതും സദ്യയിൽ ഉൾപ്പെടുത്തി. ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ചിരുന്നാണ് മത്സ്യവിഭവങ്ങൾ കഴിച്ചത്. കപ്പലപകടത്തിന് പിന്നാലെ കടൽ മത്സ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന ഭീതി പരന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടൽ വിഭവങ്ങളുടെ ഗുണനിലവാരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ MPയും MLAയും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സദ്യ കഴിച്ചത്. കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ജീവന് ആപത്താണെന്ന പ്രചാരണം അവാസ്തവമാണെന്നും ഇത് തള്ളിക്കളഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും MP പറഞ്ഞു. 2 കണ്ടെയ്നർ ഇവിടെയാണ് ചെറിയക്കലാണെന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ടായി. ഞാനാണെങ്കിൽ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലുള്ള ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് തിരിച്ചു വന്നു. അപ്പോഴാണ് വ്യാപകമായ ആശങ്കകൾ. അന്ന് തന്നെ പ്രധാനമന്ത്രിയോട് ഞാൻ കത്തെഴുതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയോട് പറഞ്ഞു, CMFRI പോലെയുള്ള മറൈൻ ഫിഷറീസുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിലെ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ ഇമ്മീഡിയറ്റായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പറഞ്ഞു, ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുള്ളതാണ് അത്യന്തികം. ഇപ്പോൾ അപകടം സംഭവിച്ചു. ആ സംഭവിച്ച ശേഷം ഒരുപാട് കണ്ടെയ്നറുകൾ ഒഴുകി വന്നു. പക്ഷേ നാട്ടിൽ പരക്കുന്ന കഥകൾ വളരെ ഇനി മത്സ്യം കഴിക്കാനേ പറ്റില്ല, മത്സ്യം കഴിച്ചാൽ ചത്തുപോകും, മത്സ്യം കഴിച്ചാൽ ഇല്ലാതായിക്കും, ഇനി മത്സ്യം കഴിക്കാൻ അത് ആകെയുള്ള ഒരു വരുമാനമാർഗം മത്സ്യത്തൊഴിലാളിക്ക് ഈ മത്സ്യബന്ധനം മാത്രമാണ്. അത് നമ്മൾ കണ്ടതാണ്. ഇടക്കാലത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തും ഒരു പ്രചരണം ഉണ്ടായതുപോലെ അന്ന് ഈ സമൂഹം അനുഭവിച്ച ദുരിതം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ ഇത് ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്. സർക്കാർ അടിയന്തരമായിട്ട് അതുകൊണ്ട് എന്തായാലും ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇതിനകത്ത് ഒരു കാരണവശാലും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ദൂരീകരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, തൊടിയൂർ രാമചന്ദ്രൻ, U ഉല്ലാസ്, B പ്രിയകുമാർ, M അൻസാർ, M വത്സലൻ, R രാജപ്രിയൻ, ഷിബു പഴനിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും കാറ്റടിച്ചാലും കടൽ കയറിയാലും ഇപ്പോൾ കണ്ടെയ്നർ വന്നാലും ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. ആ മത്സ്യമേഖലയിൽ പറഞ്ഞു പരത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ആ ജൽപ്പനങ്ങൾക്ക് ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളോടൊപ്പം സഹോദരന്മാരോടൊപ്പം കരയോം ഭാരവാഹികളോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഐക്യദാർഢ്യം, ആ ആശങ്കയ്ക്കൊരു കാര്യവുമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. KPMS കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് സമ്മേളനം നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി V ബാബു ഉദ്ഘാടനം ചെയ്തു. KPMS കൊല്ലം ജില്ലാ സമ്മേളനം ശാസ്താംകോട്ടയിൽ നടത്തി. ഭരണിക്കാവിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി V ബാബു നിർവഹിച്ചു. പാലസ്തീനും ഗാസയും തമ്മിലുള്ള യുദ്ധ സമയത്ത് നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് രാഷ്ട്രീയമുണ്ട്. കറണ്ടിന് വില കൂടിക്കഴിഞ്ഞാൽ, ചാർജ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയമുണ്ട്. തേങ്ങയ്ക്കും അതുപോലെ തന്നെ റബ്ബറിനും വില കൂടിയാൽ നമുക്ക് രാഷ്ട്രീയമുണ്ട്. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും രാഷ്ട്രീയം മാത്രം നോക്കി അഭിപ്രായം പറയുന്ന നമ്മൾ എന്തുകൊണ്ട് നമുക്ക് നേരെ വരുന്ന വിഷയങ്ങളിൽ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാം ഇനിയുള്ള കാലത്ത് ചിന്തിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ 10 വർഷം പിന്നിടുന്ന സമയത്ത് 6 ലക്ഷം പേരാണ് പിൻവാതിലിലൂടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പട്ടികജാതിക്കാർ പോലും അതിലില്ല. ഇവിടുത്തെ PKSകാർക്ക് പ്രശ്നമില്ല, ദളിത് മോർച്ചക്കാർക്ക് പ്രശ്നമില്ല, പട്ടികജാതി മോർച്ചക്കാർക്ക് പ്രശ്നമില്ല, ദളിത് കോൺഗ്രസുകാർക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? N സത്യൻ അധ്യക്ഷത വഹിച്ചു. TN ശിവദാസൻ സ്വാഗതം പറഞ്ഞു. അമ്പലപ്പുറം രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. G സുരേന്ദ്രൻ സഭാ സന്ദേശം നൽകി. തുടർന്ന് ആദരവ്, അനുമോദനം എന്നിവയും നടന്നു. CG രാജൻ, K മധു, പ്രശാന്ത് മണലിൽ, ഉണ്ണികൃഷ്ണൻ, MS സുനിൽകുമാർ, വിജയകുമാർ, രാജൻ, രാജേന്ദ്രൻ ഇഞ്ചവിള, സജു, രാജേഷ് മലനട തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക അവാർഡുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ചവറ KCB സെക്ഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ. കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. KCB ഓഫീസിലെ ഫ്യൂസ് സമരക്കാർ ഊരിമാറ്റി. ചവറ KCB സെക്ഷൻ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷവുമുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും പല പ്രദേശങ്ങളിലും മുടങ്ങിയ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ച പ്രതിഷേധക്കാർ സമീപത്തെ ജീവനക്കാരിരുന്ന മുറിയുടെ വാതിലും അടച്ചു. ഇതിനിടെ ഫ്യൂസൂരി ഓഫീസ് ഇരുട്ടിലുമാക്കി. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഒടുവിൽ പരമാവധി പ്രദേശങ്ങളിൽ ഞായറാഴ്ച വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് ചവറ മേഖലയിലെ പല പ്രദേശങ്ങളിലും ഇരുട്ടിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഹോട്ടലുകൾ ഉൾപ്പെടെ തുറക്കാൻ കഴിയാതെ പലരുടെയും ഉപജീവനം വരെ ഇല്ലാതായ അവസ്ഥയാണ്. വെളിച്ചവും ശുദ്ധജലവും കിട്ടാതെ ജനം നെട്ടോട്ടമോടുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധം DCC ഉപാധ്യക്ഷൻ R. അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായി ചവറ ഇരുട്ടിലാണ്. ചവറ ഇരുട്ടിലാകുമ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കൈക്കുഞ്ഞുങ്ങളുമായി പാലിയേറ്റീവ് പേഷ്യന്റായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന വീടുകളിലെല്ലാം ഒരു തുള്ളി വെള്ളമോ കറണ്ടോ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 3 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിയത്. അതിനൊരു കാരണമുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയിലും KSAB ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലിയെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് കൊടുത്ത പരിഗണന അതൊരു തെറ്റായി പോയി എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലായത്. ഇവിടെ വന്നപ്പോൾ പറയുന്നത് 30 ജീവനക്കാരുടെ അഭാവമുണ്ട്. 30 കരാർ തൊഴിലാളികളെ ജീവനക്കാരെ ചോദിച്ചപ്പോൾ മേലധികാരികൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ പോസ്റ്റ് മാറാൻ പറ്റാത്തത്, കറണ്ട് വരാത്തതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ സമരം ചെയ്തപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ AE കൊണ്ട് വിളിപ്പിച്ചപ്പോൾ 30 ജീവനക്കാരെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പകുതിയോളം ജീവനക്കാരെയെങ്കിലും നാളെ കൊടുക്കാമെന്ന സമ്മതം മേടിച്ചു. ബഹുമാനപ്പെട്ട AEയുടെ കയ്യിൽ നിന്ന് നാളെ വൈകുന്നേരത്തിനകം ചവറയിലെ 95% സ്ഥലത്തും പോസ്റ്റ് മാറ്റിനടുത്ത് പോസ്റ്റ് മാറ്റി, ലൈൻ കെട്ടിനടുത്ത് ലൈൻ കെട്ടി ചവറയിൽ വെളിച്ചം കൊണ്ടുവരുമെന്നൊരു ഉറപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് PR ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചെഴുത്ത് ഗിരീഷ് കുമാർ, ബാബുജി പട്ടത്താനം, പ്രഭ അനിൽ, E. റഷീദ്, സുശീല, അജയൻ ഗാന്ധിതറ, മണലിൽ മൻവഥൻ, സെബാസ്റ്റ്യൻ ആംബ്രോസ്, R. ജിജി, യോഹന്നാൻ, അനന്തൻ പന്മന, റോസാനന്ദ്, വിജി അനി ജെയിംസ്, രാജേന്ദ്രൻ പിള്ള, അനിൽകുമാർ, റിനോഷോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പുതുതായി നിർമ്മിക്കുന്ന കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് ശിലയിട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി പഴയ കോൺഗ്രസ് മന്ദിരം പൊളിച്ചു നീക്കേണ്ടി വന്നതിനെ തുടർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ശിലയിട്ടു. KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ 2 നിലയായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഴയ ഓഫീസ് പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. CR മഹേഷ് MLA, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്, ബിന്ദു കൃഷ്ണ, R. രാജശേഖരൻ, KG രവി, KA ജവാദ്, M. അൻസാർ, തൊടിയൂർ രാമചന്ദ്രൻ, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാറ്റോലിത്തോട് ശുചീകരിച്ചതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെളിയും പായലും മണ്ണും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട തോട് വൃത്തിയാക്കിയതോടെയാണ് വെള്ളപ്പൊക്കക്കെടുതിക്ക് പരിഹാരമായത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിൽ തോട് പൂർണ്ണമായും ശുചീകരിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലാണ് പാറ്റോലിത്തോട് ശുചീകരിച്ചത്. ഇതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കാലിത്തീറ്റ ഫാക്ടറി മുതൽ പടിഞ്ഞാറ് പാറ്റോലിത്തോട് മണ്ണും ചെളിയും പായലും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും പതിവായി. ഇതിനൊരു പരിഹാരമായാണ് 22-ാം വാർഡംഗം ബഷീർ എവർമാക്സ് മുൻകൈയെടുത്ത്
JCB ഉപയോഗിച്ച് തോട് വൃത്തിയാക്കിയത്. തോട് അവസാനിക്കുന്ന നഗരസഭാ പരിധിയിലെ പാറ്റളിത്തോട്ടിലെ സംഗമ സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതും നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിരുന്നു. പായലും മാലിന്യവും നീക്കം ചെയ്യാൻ സത്വര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ബഷീർ റവർമാക്സ് ആവശ്യപ്പെട്ടു. നമ്മുടെ തുടിൽ പഞ്ചായത്തിന്റെ 7 വാർഡുകളുടെ വെള്ളം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് 22ാം വാർഡ്. ആ 22ാം വാർഡ് തോട്ടുവര കിഴക്കേശുള്ള പ്രദേശം മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാലിത്തീറ്റ ഫാക്ടറിയുടെ മുമ്പിൽ നിന്നും ഇറ്റാച്ചി വാടകയ്ക്കെടുത്ത് അവിടെ തോട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു വേദനയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൃത്തിയാക്കൽ ചടങ്ങ് നടക്കുന്നത്. അതുപോലെ തന്നെ പാറ്റോണ്ടി തോടിൻ്റെ GS കനാലിൽ നിൽക്കുന്ന പാറ്റത്തോടിൻ്റെ കുളഭാഗം നിറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അവിടെയും വൃത്തിയാക്കാനുണ്ട്. അത് മുനിസിപ്പാലിറ്റി നേരിട്ടാണ് വൃത്തിയാക്കേണ്ടത്. അതും കൂടെ വൃത്തിയാകുന്നതോടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് നല്ലതുപോലെ ഒഴുകും. അത് ആ വെള്ളക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ സൗത്ത് ഗവൺമെന്റ് ലക്ഷ്മി വിലാസം LP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വർണ്ണ കാഴ്ചകളാണ് വർണ്ണക്കൂടാരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചന്ദ്രയാൻ മാതൃകയിലാണ് സ്കൂൾ ഗേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂളിലെ പാർക്കിന്റെ കവാടമാകട്ടെ ബോട്ടിന്റെ മാതൃകയിലും പുറം കാഴ്ചകളുടെ ഭംഗിയിലും ഏറെ അകത്തളങ്ങളിലുമുണ്ട്. ചവറ തെക്കുംഭാഗം ഗവൺമെന്റ് ലക്ഷ്മി വിലാസം സ്കൂളിലേക്കെത്തുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് ചന്ദ്രയാൻ മാതൃകയിൽ നിർമ്മിച്ച സ്കൂളിന്റെ ഗേറ്റാണ്. ഗേറ്റ് കടന്നെത്തിയാൽ വിസ്മയ കാഴ്ചകളാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കാത്തിരിക്കുന്നത്. സ്കൂൾ കവാടത്തിൽ നിന്നും അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുക വിദ്യാർത്ഥികൾക്കായുള്ള പാർക്കാണ്. പാർക്കിന്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളതാകട്ടെ ബോട്ടിന്റെ മാതൃകയിലാണ്. ഇതിലൂടെ കടക്കുമ്പോൾ കാണുന്നത് തൂക്കുപാലമാണ്. തൂക്കുപാലത്തിൽ കയറാം. കൃത്രിമമായി നിർമ്മിച്ച വെള്ളച്ചാട്ടം നേരിട്ട് അനുഭവിച്ചറിയാം. കായൽക്കരയിൽ ചൂണ്ടയിടുന്നയാളുണ്ട്. കൊക്കും തവളകളും ഇവിടെയുണ്ട്. പാർക്കിന് സമീപമായി വിശ്രമിക്കാൻ മാവിൻ ചുവട്ടിൽ പ്രത്യേകമായി പുറം വായനയിടവും ഒരുക്കിയിരിക്കുന്നു. ഇതാണ് പുറം കാഴ്ചകൾ. ഇനി അകത്തേക്ക് കടന്നാലോ? ക്ലാസ് മുറികളിലേക്ക് കയറും മുമ്പ് കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിവിധ ഇനത്തിലെ ചിത്രപ്പണികളുണ്ട്. ക്ലാസ് മുറികളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഭാഷായിടം, ശാസ്ത്രയിടം, കുഞ്ഞരങ്ങ്, അകം കളിയിടം, കരകൗശലിയിടം, വരയിടം എന്നിവയും സ്കൂൾ മുറികൾക്കുള്ളിൽ ഇടം പിടിച്ചിരിക്കുന്നു. വർണ്ണക്കൂടാരത്തിൽ തൂക്കുപാലം ഉൾപ്പെടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും വിരമിച്ച പ്രഥമാധ്യാപിക P. ജലജയാണ്. ഒപ്പം ഭർത്താവ് റിട്ടയർഡ് സിവിൽ എഞ്ചിനീയറായ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വർണ്ണക്കാഴ്ചകളോടെ സ്വാഗതം ചെയ്യുന്ന വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. എല്ലാ സ്കൂളുകളിലും വ്യത്യസ്തമായ രീതിയിലാണ് വർണ്ണക്കൂടാരം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ സ്കൂളിലേക്ക് ഇപ്പോൾ തന്നെ നിരവധി കുട്ടികൾ ഇതിനോടകം തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ കുട്ടികളുടെ ഒഴുക്ക് ഈ സ്കൂളിലേക്ക് വരാറുണ്ട്. ഈ വർണ്ണക്കൂടാരം പദ്ധതികൾ ഉയർന്നുകൂടി അതിന് കൂടുതൽ ഉത്തേജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ലളിത ടീച്ചർ ഇന്ന് റിട്ടയർ ആവുകയാണ്. സ്കൂളിൽ അനിവാര്യമായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ട്. ആ ഏജിലേക്ക് എത്തിയതിനാൽ റിട്ടയർ ആവുകയാണ്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലളിത ടീച്ചർ പോയതിനു ശേഷം അടുത്ത് വരുന്നത് ആരായിരിക്കും, നീ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കുമോ എന്നൊരു സംശയം പൊതുസമൂഹത്തിൽ പൊതുവേ ഉണ്ടാവാറ് സ്വാഭാവികമാണ്. അപ്പോൾ അതെല്ലാം അസ്ഥാനത്താണ്. അതിലും മനോഹരമായിട്ട് തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് ലളിത ടീച്ചർ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പ്രഭാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. BPC കിഷോർ കൊച്ചിയം, AEO TK അനിത, BRC ട്രെയിനർ D. മുരളീധരൻ പിള്ള, SMC ചെയർമാൻ ഡോക്ടർ KS വൈഷ്ണവി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യാന്തര മാതൃക പ്രീ സ്കൂൾ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഇടം എന്നാണ് വർണ്ണക്കൂടാരത്തിന് പേര് നൽകിയിട്ടുള്ളത്. LSS പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധി കഴിഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. പ്രവേശനോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്ര. ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാർത്ഥിനിയുടേത്. ചവറ
KSEB സെക്ഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ. കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. KSEB ഓഫീസിലെ ഫ്യൂസ് സമരക്കാർ ഊരിമാറ്റി. അഞ്ചൽ ടൗണിലെ കടയിൽ മോഷണ ശ്രമം. മോഷ്ടാവറസ്റ്റിൽ ആലഞ്ചേരി പണ്ടാരക്കോണം സ്വദേശി ജെനിയാണ് അറസ്റ്റിലായത്. നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. കടൽ മത്സ്യസദ്യയൊരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. MPയും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കാളികളായി. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് മത്സ്യസദ്യ ഒരുക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.